ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഇപ്പൊ വിഷുവിന് ഉണ്ടാക്കിയൊരു മാമ്പഴ പ്രഥമന്റെ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. വിഷു കഴിഞ്ഞിപ്പോ 2 ദിവസമായി, എന്നാലും മാമ്പഴക്കാലം കഴിഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ ഈ മാമ്പഴ പായസം വെച്ച് നോക്കിയിട്ടില്ലെങ്കിലേ ഒന്ന് ഇതേപോലെ ഒന്ന് വെച്ച് നോക്കിക്കോ, നല്ല അടിപൊളിയാണേ. ഈ മാമ്പഴ പായസം വെക്കാനേ ശരിക്കും നാട്ടു മാമ്പഴം ഉണ്ടല്ലോ, അതാണ് വേണ്ടത്. ചെറിയ മാമ്പഴം, നല്ല ചന്ദ്രക്കാരൻ മാങ്ങ. ഞങ്ങളുടെ ഭാഗത്തൊക്കെ അങ്ങനെ പറയണേ, ചന്ദ്രക്കാരൻ എന്ന് പറയും. നല്ല മണവും അതുപോലെ തന്നെ ഉള്ളിൽ നല്ല ചുവപ്പ് കളറൊക്കെയുള്ള ചെറിയ മാങ്ങ കിട്ടും. അപ്പൊ അത് വെച്ചാണ് ഉണ്ടാക്കാറ്, അല്ലെങ്കിൽ ചെറിയ മാങ്ങ. ഇത് കുറച്ച് വലിയ മാമ്പഴമാണ്, കാരണം ഇവിടെ ഇതൊക്കെ കിട്ടുള്ളൂ. അപ്പൊ എന്തായാലും ഒന്ന് കഴിക്കണം എന്ന് ആഗ്രഹം തോന്നി, ഇപ്പൊ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കി. അപ്പൊ അതിന്റെ തൊലിക്ക് അങ്ങോട്ട് ചെത്തിക്കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി. ഇപ്പൊ ചെറിയ മാങ്ങയാണെങ്കിൽ എന്റെ തൊലി മാത്രം ചെത്തിക്കളഞ്ഞ് അങ്ങനെ നമുക്ക് ആ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മാങ്ങയുടെ അണ്ടിയോട് കൂടി തന്നെ നമുക്ക് അതിലേക്ക് ഇടണേ. അപ്പൊ ഞാനൊന്ന് മാങ്ങയൊക്കെ ഒന്ന് റെഡിയാക്കി അങ്ങോട്ട് എടുത്തിട്ടുണ്ടേ. ഇനിയിപ്പോ ഇതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങാപ്പാലാണ്. ഇപ്പൊ തേങ്ങാപ്പാല് പിഴിഞ്ഞതിന്റെ രണ്ടാം പാല് ഈ മാമ്പഴത്തിലേക്ക് അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുത്തിട്ട് ഇത് നല്ലവണ്ണം അങ്ങോട്ട് വേവിച്ച് കുറുക്കി അങ്ങോട്ട് എടുക്കണം. അപ്പൊ നമ്മൾ ഒഴിച്ച തേങ്ങാപ്പാലൊക്കെ ഏകദേശം ഒന്ന് വറ്റി അങ്ങോട്ട് റെഡി ആയിട്ട് വന്നെ. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ ഒരു ഉരുള ശർക്കരയാണ് എടുത്തേക്കണത്. ഒരു 400-450 ഗ്രാമോളമുള്ള ഒരു ശർക്കര. അപ്പൊ ഒന്നത് പൊടിച്ചിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് ഉരുക്കി അങ്ങോട്ട് എടുക്കണേ. അങ്ങോട്ട് അരിച്ച് അങ്ങോട്ട് എടുക്കാം. ശർക്കരയൊക്കെ ഒന്ന് പൊടിച്ചിട്ട് അതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് റെഡിയാക്കാനായിട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ആ തേങ്ങാപ്പാല് മാമ്പഴം അങ്ങോട്ട് കുറുകി അങ്ങോട്ട് വരുമ്പോഴേക്ക് 2-3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഉണ്ടല്ലോ, അത് നല്ലവണ്ണം വെള്ളത്തിൽ കലക്കി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണേ. മാമ്പഴത്തിന്റെ പായസം ആയതുകൊണ്ടേ വെള്ളം പോലെ ഉണ്ടാവും. അപ്പൊ അതിലേക്ക് കുറച്ച് കുറുകുറായി കിട്ടണം എന്നുണ്ടെങ്കിൽ, നല്ല കൊഴുപ്പോട് കിട്ടണം എന്നുണ്ടെങ്കിൽ അരിപ്പൊടി, നൈസ് അരിപ്പൊടി നല്ല ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കലക്കി അങ്ങോട്ട് ഒഴിക്കണം. എന്നിട്ട് അത് നല്ലവണ്ണം ഒന്നും കൂടി അങ്ങോട്ട് തിളപ്പിച്ച് അങ്ങോട്ട് എടുത്ത് അത് റെഡി ആയിട്ട് അങ്ങോട്ട് വരുമ്പോഴേക്ക് നമുക്ക് ആ ശർക്കര അങ്ങോട്ട് ഉരുക്കിയതേ അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. ഒരു അരിപ്പ് അങ്ങോട്ട് എടുത്തിട്ടെ ആ ശർക്കര ഉരുക്കിയത് നമുക്ക് ആ മാമ്പഴം ആ റെഡി ആയിട്ട് വന്നതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്ത് ശർക്കരയുടെ ആ കുത്തുമണം അതുപോലെ തന്നെ ചെറിയ ചുവയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് മാറണ വരെ അങ്ങോട്ട് നല്ലവണ്ണം അങ്ങോട്ട് തിളപ്പിച്ചൊന്ന് റെഡിയാക്കി അങ്ങോട്ട് എടുക്കണം. ഇതങ്ങോട്ട് തിളച്ചങ്ങോട്ട് കുറുകി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ പിഴിഞ്ഞു വെച്ച ഒന്നാം പാലുണ്ടല്ലോ, ആ ഒന്നാം പാൽ അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ മാമ്പഴ പായസം റെഡിയാവുമേ. ഇപ്പൊ മറ്റുള്ള പായസമൊക്കെ വെക്കണ പോലെ വലിയ പാടൊന്നുമില്ല, കാരണം പെട്ടെന്ന് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. കാരണം ഗോതമ്പ് പായസം അല്ലെങ്കിൽ അടപ്പായസം ഒക്കെ വെക്കുമ്പോൾ നമ്മൾ അത് വേവിക്കാൻ വെക്കണം, പിന്നെ അത് കുറുക്കിയൊക്കെ എടുക്കണം. അപ്പൊ ഈ പായസം വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ പായസേ നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് കുറുകി റെഡി ആയിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒന്നാം പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തിളച്ചങ്ങോട്ട് വരുമ്പോഴേക്കും ആ തീ അങ്ങോട്ട് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ആ സ്റ്റവ് അങ്ങോട്ട് ഓഫ് ചെയ്യാം. പിന്നെ ഇതില് നെയ്യിലൊന്നും അങ്ങനെ കശുവണ്ടിയോ അല്ലെങ്കിൽ മുന്തിരിയൊന്നും അങ്ങോട്ട് മൂപ്പിച്ച് അങ്ങോട്ട് ചേർക്കാറില്ലേ. ആകെ കുറച്ച് നെയ്യ് മാത്രം അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. 1-2 ടീസ്പൂൺ നെയ്യ് അങ്ങോട്ട് ഇട്ടിട്ട് അടച്ച് വെച്ച് കുറച്ച് നേരം അങ്ങോട്ട് ചൂടാറി അങ്ങോട്ട് കഴിയുമ്പോഴേക്കും നമ്മുടെ പായസം നല്ല അടിപൊളിയായിട്ട് ഇവിടെ റെഡിയാവും. കൂട്ടുകാരെ, ഇപ്പൊ നിങ്ങളെ ഇതേപോലെ മാമ്പഴ പായസം ഒന്നും ഇങ്ങനെ വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കിയോ. കാരണം മാമ്പഴമൊക്കെ ഇപ്പൊ കിട്ടുന്ന കാലമാണല്ലോ. ഇതേപോലെ ഒന്ന് വെച്ച് നോക്കിയിട്ടേ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലേ ഒന്ന് കമന്റിൽ അറിയിക്കണേ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലേ ലൈക്ക് അടിക്കാനും, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ടേ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.